ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം നിറഞ്ഞ ഉച്ചപൂജാ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃപ്പയാറപ്പൻ്റെയും വൈക്കത്തപ്പൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും തിരുനടകളിൽ ഭഗവത് ചിന്തയോടെ കഴിയുന്ന പുണ്യനിമിഷമാണ് ഇത്. ഇന്ന് ഗുരുവായൂർ ശ്രീലകത്ത് നട തുറന്നപ്പോൾ ഭക്തകോടികളുടെ മനം കുളിർക്കുന്ന ഒരു വിസ്മയ കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. ചന്ദനച്ചാർത്തിൻ്റെ സുഗന്ധം ആവാഹിച്ച മണ്ഡപത്തിൽ വിശ്വപ്രകൃതിയുടെ നാഥൻ ഇന്ന് അതിമനോഹരമായ ഒരു ഭാവത്തിലാണ് ഭക്തർക്ക് ദർശനം നൽകിയത്. തൃപ്പൂണിത്തുറയുടെ നാഥനായ സന്തോഷ സന്താനദായകനായ ശ്രീ പൂർണ്ണത്രയീശൻ്റെ അതിപാവനമായ രൂപത്തിലാണ് നമ്മുടെ പൊന്നുണ്ണി കണ്ണനെ അലങ്കരിച്ചിരിക്കുന്നത്. സർവ്വ ഐശ്വര്യങ്ങളും പൂർണ്ണതയോടെ നൽകുന്ന ഭഗവാന്റെ ഈ ചൈതന്യ വടിവ് കാണാൻ തന്നെ ജന്മാന്തര പുണ്യം വേണം എന്നുള്ളതാണ്. ഈ അലങ്കാരത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഭഗവാൻ ഉപവിഷ്ടനായിരിക്കുന്ന ആ പീഠാണ്. നാഗരാജാവായ അനന്തൻ, അതായത് ശേഷനാഗം, തൻ്റെ ശരീരം ചുരുട്ടിപ്പിണച്ച് മനോഹരായ ഒരു സിംഹാസനം അങ്ങോട്ട് തീർത്തിരിക്കുകയാണ്. ആ ആനന്ദപീഠത്തിന് മുകളിലാണ് ജഗദീശ്വരൻ വിരാജിക്കുന്നത്. ഭഗവാന്റെ ശിരസിന് മുകളിലായിട്ട് അനന്തൻ്റെ 5 പത്തികളും വിടർത്തിപ്പിടിച്ച് ഒരു ദിവ്യ കുട പോലെ ഇങ്ങനെ കാവൽ നിൽക്കുന്നുണ്ട്. അനന്തൻ എന്ന് പറഞ്ഞാൽ അവസാനമില്ലാത്ത കാലം എന്നാണ് അതിൻ്റെ അർത്ഥം. അനന്തൻ്റെ പുറത്തിരിക്കുന്ന ഭഗവാൻ കാലത്തിനപ്പുറം നിൽക്കുന്ന പരബ്രഹ്മ തത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ കുണ്ഡലിനി ശക്തിയുടെ പ്രതീകം കൂടിയാണ് നാഗം എന്ന് പറയുന്നത്. ഭക്തൻ തൻ്റെ ഉള്ളിലെ പ്രാണശക്തിയെ ഉണർത്തി ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുമ്പോൾ അവൻ ഭഗവാന് താങ്ങായി പീഠായി മാറണു എന്ന വലിയ തത്വമാണ് ഈ രൂപം നമുക്ക് കാട്ടിത്തരുന്നത്. പൂർണ്ണത്രയീശ സ്വരൂപത്തിൽ കണ്ണൻ ഇരിക്കുന്ന ഭാവം അതീവ ഹൃദ്യാണ്. ഭഗവാൻ തൻ്റെ ഇടതുപാദം താഴേക്ക് തൂക്കിയിട്ടിരിക്കുന്നു. വലതുകാലും മടക്കി തുടയ്ക്ക് മുകളിലായിട്ട് വച്ചിട്ടുണ്ട്. ആ പവിത്രമായ ഇരുപാദങ്ങളിലും സ്വർണ്ണത്തലകൾ അണിഞ്ഞിരിക്കുന്നു. വിടർന്ന താമരപ്പൂക്കൾ പോലെ ശോഭിക്കുന്ന ആ പാദങ്ങളിൽ ചുവന്ന പട്ടുവസ്ത്രം അതീവ സുന്ദരായി ഇങ്ങനെ ഞുറിഞ്ഞുടുത്തിരിക്കുന്നു. അരപ്പട്ടയിൽ തിളങ്ങുന്ന കിങ്ങിണികൾ ചാർത്തിയിട്ടുണ്ട്. ഇടതുകാല് താഴേക്ക് തൂക്കിയിട്ടിരിക്കുന്നത് ഭക്തരിലേക്ക് ഇറങ്ങി വരാൻ കാത്തു നിൽക്കുന്ന ഭഗവാന്റെ കാരുണ്യത്തെയാണ് കാണിക്കുന്നത്. നീ ഒരു അടി മുന്നോട്ട് വെച്ചാൽ ഞാൻ 10 അടി മുന്നോട്ട് വന്ന് നിന്നെ രക്ഷിക്കും എന്ന ഉറപ്പാണ് ആ തൂങ്ങിക്കിടക്കുന്ന തൃപ്പാദം എന്ന് പറയുന്നത്. വലതുകാല് മടക്കി വെച്ചിരിക്കുന്നത് ഭഗവാൻ തൻ്റെ ആനന്ദ സ്വരൂപത്തിൽ എപ്പോഴും ലയിച്ചിരിക്കണമെന്നുള്ള ജ്ഞാനതത്വത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. 4 തൃക്കൈകളോട് കൂടിയ പൂർണ്ണ രൂപത്തിലാണ് ഭഗവാൻ അവിടെ ശോഭിക്കുന്നത്. തൃക്കൈകളിൽ സ്വർണത്തിൽ തീർത്ത ശംഖും ചക്രവും തിളങ്ങുന്നുണ്ട്. ചന്ദനത്താൽ അതിമനോഹരായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മറ്റൊരു തൃക്കൈയിൽ ഭഗവാൻ ഭക്തർക്കായി കാത്തുവച്ചിട്ടുള്ള പത്മം, അതായത് താമരപ്പൂവ് പിടിച്ചിരിക്കുന്നു. ഭഗവാന്റെ ബാഹുക്കളിൽ കൈവളകളും തോൾവളകളും നല്ല ഭംഗിയിൽ തന്നെ തീർത്തു വച്ചിട്ടുണ്ട്. ഭഗവാന്റെ ശംഖ് എന്ന് പറയുന്നത് പാഞ്ചജന്യാണ്. വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും പ്രതീകമാണത്. ഭക്തന്റെ അജ്ഞാനാന്ധകാരത്തെ നീക്കണ പ്രണവനാഥാണ് ആ ഒരു ശംഖിലൂടെ വരുന്നത്. ചക്രം എന്ന് പറയുന്നത് സുദർശനാണ്. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന കാലചക്രം. ദുഷ്ടശക്തികളെ നിഗ്രഹിച്ച് ശിഷ്ടരെ പരിപാലിക്കുന്ന രക്ഷാകവചാണത്. പിന്നെ ഗദ എന്ന് പറയുന്നത് കൗമോദകിയാണ്. ബുദ്ധിയുടെയും മാനസിക കരുത്തിൻ്റെയും പ്രതീകമാണത്. പിന്നെയുള്ളതോ പത്മമാണ്. ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോഴും അതിൽ ലയിക്കാതെ താമര ഇലയിലെ വെള്ളം പോലെ വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് സന്ദേശം നൽകുന്നതാണ് പത്മം. ഭഗവാന്റെ തിരുമാറിലേക്ക് നോക്കി നോക്കൂ. അവിടെ ചാർത്തിയിരിക്കുന്ന മാലകൾ എല്ലാവരുടെയും കണ്ണിന് അത്രയും ഒരു ദർശന പുണ്യം നൽകുന്നത് തന്നെയാണ്. കാഴ്ചക്കാരുടെ കണ്ണ് നിറയ്ക്കുന്നതാണ്. കഴുത്തിനോട് ചേർന്ന് മനോഹരമായിട്ടുള്ള വളയം പോലൊരു മാലയുണ്ട്. അതിന് താഴെയായിട്ട് പതക്കം ചാർത്തിയിരിക്കുന്നു. ഒപ്പം സുഗന്ധം വമിക്കുന്ന മുല്ലമൊട്ടുമാലയുണ്ട് ഭഗവാന്റെ മാറിടത്തിൽ. ഭഗവാന്റെ
കഴുത്തിൽ എങ്ങനെ നീണ്ട 2 ഉണ്ടമാലകളാണ് ചാർത്തിയിരിക്കുന്നത്. ഒന്ന് തെച്ചിപ്പൂക്കളും താമരയും തുളസീദളങ്ങളും കോർത്തിണക്കിയ വർണ്ണാഭമായിട്ടുള്ളൊരു ഉണ്ടമാലയാണ്. രണ്ടാമത്തേത് പവിത്രമായ വെളുത്ത പുഷ്പങ്ങളും തുളസിയും മാത്രം ചേർത്ത് വെച്ച സുന്ദരമായ ശാന്തസുന്ദരമായിട്ടുള്ളൊരു മാലയാണ്. ചുവപ്പും വെളുപ്പും കലർന്ന ഈ പുഷ്പമാലകൾ ഭഗവാന്റെ 2 ഭാവങ്ങളെയാണ് കാണിക്കുന്നത്. തെച്ചിയും താമരയും ഭഗവാന്റെ ഐശ്വര്യത്തെയും, അതായത് ലക്ഷ്മി ഭാവം രജോ ഗുണത്തെയാണ്. വെളുത്ത പൂക്കൾ ഭഗവാന്റെ ശുദ്ധമായ ജ്ഞാനത്തെയും, അതായത് സത്വഗുണം ആണ് സൂചിപ്പിക്കുന്നത്. പ്രകൃതിയിലെ എല്ലാ പുഷ്പങ്ങളും ഭഗവത് പാദങ്ങളിൽ അർപ്പിക്കപ്പെടുമ്പോൾ മാത്രമാണ് അത് സഫലമാകണത് എന്നുള്ളതാണ്. ഭഗവാന്റെ തിരുമുടിയിലേക്ക് നോക്കിയാൽ അവിടെ വിസ്മയകരമായ രാജകീയ കിരീടം ചാർത്തിയിരിക്കുന്നു. ആ കിരീടത്തിൻ്റെ മുകളിലായിട്ട് നിറകതിരുകൾ വെച്ച് അലങ്കരിച്ചിരിക്കുന്നു. ശിരസിൻ്റെ ഇരുവശത്തുമായിട്ട് 2 തിരുമുടി മാലകളാണ് ചാർത്തിയിട്ടുള്ളത്. ഒന്ന് തെച്ചിയും തുളസിയും ചേർന്നതും മറ്റൊന്ന് വെളുത്ത പൂക്കളും തുളസിയും ചേർന്നിട്ടുള്ളതുമാണ്. ആ തിരുമുഖത്ത് പ്രകാശിക്കുന്ന സ്വർണ്ണഗോപിയും ചെവികളിൽ ശോഭിക്കുന്ന ചെവിപ്പൂക്കളും ഭഗവാന്റെ വശ്യത കൂട്ടാണ്. എല്ലാ ദുഃഖങ്ങളും മറക്കാൻ പ്രേരിപ്പിക്കുന്ന കാരുണ്യം തുളുമ്പുന്ന ആ മന്ദഹാസം, ആ ചുണ്ടുകളിലെ ചിരി ഭക്തരുടെ എല്ലാ ജന്മപാപങ്ങളും കഴുകിക്കളയുന്ന ഒന്നാണ്. പൂർണ്ണത്രയീശ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. നമുക്ക് വേറെ ഒരു അഭയം ഇല്ല കണ്ണ, അങ്ങയുടെ ഈ പൂർണ്ണ രൂപത്തിൻ്റെ പാദങ്ങളിൽ ഞങ്ങൾ അഭയം തേടുകയാണ്. ആ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് എല്ലാ ദുരിതങ്ങളും സമർപ്പിച്ച് നമുക്ക് ഉറക്കെ നാരായണ നാമം ജപിക്കാം. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരുമിച്ച് സർവവും ആ കാൽക്കൽ സമർപ്പിച്ച് നമുക്ക് നാരായണ നാമം ജപിക്കാം. നാരായണ 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 കൃഷ്ണ ഗുരുവായൂരപ്പ.